ബഹുമാനപ്പെട്ട പള്ളിപ്പടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന പള്ളിപ്പടി ഉപ്പാപ്പയുടെ കറാമത്തുകൾ ധാരാളമുണ്ട്. സമസ്തയുടെ ആദ്യകാല നേതാവും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശരിയാത്തി വഫാത്തായ വിവരം പള്ളിപ്പടി ഉപ്പാപ്പ എറണാകുളത്ത് നിന്ന് വിളിച്ചു പറയുന്നു. സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ ഹൗദിന് സമീപമുള്ള ഹൗദിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ് വഫാത്തായ വാർത്ത വിളിച്ചു പറയുന്നത്. ഉടനെ തന്നെ വുളു എടുത്ത് കയറി അവിടുന്ന് ജനാസ നിസ്കരിക്കുകയാണ്. പിറ്റേന്ന് പത്രങ്ങൾ വന്നത് ശാരിയാത്തിയുടെ മരണവാർത്തയായിരുന്നു. ഇത് കേട്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അങ്ങകലെ കോഴിക്കോട് ഭാഗത്തുള്ളൊരു കാര്യം അതാ ബഹുമാനപ്പെട്ട പള്ളിപ്പടി ഉപ്പാപ്പ അറിയുകയാണ്. മഹാന്മാർക്ക് അല്ലാഹു കഴിവ് കൊടുക്കുന്നത് അങ്ങനെയാണ്. വെല്ലേ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് കൂടാതു തീരും നൽകുമെന്നവർ. അതേ, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നു. ഇത് അല്ലാഹു കൊടുത്ത കഴിവാണ്. മഹാന്മാരുടെ പാദസ്പർശമേറ്റാൽ, മഹാന്മാരുടെ കരങ്ങളൊന്ന് മറ്റുള്ളവർക്ക് അതാ വെച്ചു കൊടുത്താൽ എന്തെല്ലാം അസുഖങ്ങളാണ് മാറിപ്പോകുന്നത്. അതുപോലെ തന്നെ പള്ളിപ്പടി ഉപ്പാപ്പയുടെ കറാമത്തിൽപ്പെട്ടതാണ്. ഒരിക്കൽ പള്ളിപ്പടി ഉപ്പാപ്പ ചാണേപ്പറമ്പിലെ വീടിന് സമീപത്ത് നിൽക്കുമ്പോൾ അയൽവാസിയായ ഒരു വൃദ്ധ സഹോദരി അടുത്തു വന്നു പറഞ്ഞു, അയമുട്ടി, ഭയങ്കര തലവേദനയാണ്, മാറണില്ല കേട്ടോ. ഇത് കേട്ടപാടെ പള്ളിപ്പടി ഉപ്പാപ്പ ആ സഹോദരിയുടെ തലയിൽ അമർത്തിപ്പിടിച്ച് 3 തവണ കുലുക്കുകയാണ്. ആ നിമിഷം മുതൽ മരണം വരെ ആ സഹോദരിക്ക് തലവേദന അനുഭവപ്പെട്ടിട്ടില്ല. എന്നും അവർ ഓർത്തുപോവുകയാണ് ഈ വിഷയം. ഇങ്ങനെ ഒരുപാട് കറാമത്തിൻ്റെ ഉടമയാണ് പള്ളിപ്പടി ഉപ്പാപ്പ. ചാണേപ്പറമ്പിൽ സമീപത്തെ ഉള്ള എല്ലാ കുട്ടികളും പരീക്ഷ ദിവസം പള്ളിപ്പടി ഉപ്പാപ്പയുടെ അടുക്കലേക്ക് പോകുന്നു. ചോദിക്കും, ഉപ്പാപ്പ, ഞങ്ങൾ പരീക്ഷയിൽ വിജയിക്കുമോ? നല്ല രൂപത്തിൽ ജയിക്കുമെന്ന അർത്ഥത്തിൽ തലയാട്ടുമ്പോൾ ആ സമയത്ത് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും വിജയിക്കുകയാണ്. ചില സമയങ്ങളിൽ അതാ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടുമ്പോൾ വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ നിരവധി കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ട്. അതേ, നോക്കൂ നിങ്ങൾ, വെണ്ണല എന്ന് പറയുന്ന സ്ഥലത്തൊരു പ്രമുഖ വ്യാപാരി രാവിലെ കട തുറന്ന് അരിയും പഞ്ചസാരയും മറ്റും പുറത്തൊതുക്കി വച്ചിരിക്കുന്നു. ഇതുവഴി പോയ പള്ളിപ്പടി ഉപ്പാപ്പ കടയിൽ കയറി കുറച്ച് പഞ്ചസാര വായിലിട്ടു. കുട്ടികൾ വായിൽ വെള്ളം നിറച്ച് മഴവില്ല് തുപ്പുന്നത് പോലെ പള്ളിപ്പടി ഉപ്പാപ്പ പഞ്ചസാര വായിലിട്ട് തുപ്പാൻ തുടങ്ങി. ഇത് കണ്ട് ദേഷ്യം വന്ന് വ്യാപാരി ഭ്രാന്തൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചുപോയി. പള്ളിപ്പടി ഉപ്പാപ്പ ഇറങ്ങിപ്പോയി. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ആ വ്യാപാരിക്ക് ഭ്രാന്തായി മാറിപ്പോയി. പിന്നീട് കുടുംബാംഗങ്ങൾ ഇടപെട്ട് പൊരുത്തപ്പെടിപ്പിച്ചപ്പോഴാണ് ഭ്രാന്ത് സുഖപ്പെട്ടതെന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ കറാമത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയുമോ, ഇടപ്പള്ളിയിലെ ഒരു കുരിശുപള്ളിയുണ്ട്. സമീപം പള്ളിപ്പടി ഉപ്പാപ്പ ഇരിക്കുകയാണ്. സമീപത്ത് കണ്ട വാഴത്തണ്ടെടുത്ത് എങ്ങോട്ടോ എറിഞ്ഞു. എന്നാൽ ഏറുകൊണ്ടത് കുരിശുപള്ളിയുടെ ഒരു ഭാഗത്തെ ചില്ലിലാണ്. ചില്ല് പൊട്ടി ചിതറി വീണുപോയി.
പക്ഷേ പുതിയ ചില്ല് നാട്ടുകാർ അവിടെ ഫിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് കഴിയുന്നില്ല. ഒരുപാട് പ്രാവശ്യം ചില്ല് ഫിറ്റ് ചെയ്യുന്നു, പൊട്ടി വീഴുന്നു. അങ്ങനെ പിന്നീട് ഈ സമീപകാലത്താണ് അത് പൊളിച്ച് വേറൊരു ബിൽഡിങ്ങായിട്ട് നവീകരിച്ച് മോടി പിടിപ്പിച്ച് പണിതത്. അത്രയും കറാമത്തിൻ്റെ ഉടമയാണ് പള്ളിപ്പടി പാപ്പ. അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. മറ്റൊരു കറാമത്ത് നോക്കൂ. എറണാകുളം നഗരത്തിലെ പ്രമുഖ വസ്ത്ര വ്യാപാരിയായിരുന്ന കാരാസേട്ട് ഒരിക്കൽ സുഹൃത്തുക്കളൊക്കൊപ്പം ഹജ്ജ് കർമ്മത്തിന് പോകാൻ തയ്യാറായി. പോകും മുമ്പ് യാത്ര പറയുന്നതിനായി പള്ളിപ്പടി പാപ്പായെ കാണാൻ വന്നു. കാര്യം അവതരിച്ചപ്പോൾ തനിക്കും ഹജ്ജിന് പോകണമെന്നായി. പള്ളിപ്പടി നിയമപരമായി വർഷവും ഹജ്ജിന് കൊണ്ടുപോകൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ കാരാസേട്ട് വിഷമത്തിലായി. ഏതായാലും കപ്പലിൽ അവർ യാത്ര പുറപ്പെട്ടു. ഹറമിലെത്തി പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ പള്ളിപ്പടി ഉപ്പാപ്പ അവിടെ തവാഫ് ചെയ്യുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയ കാനാസേട്ട് നാട്ടിൽ വന്നന്വേഷിക്കുകയാണ്, എവിടെയാണ് പള്ളിപ്പടി ഉപ്പാപ്പ? നോക്കുമ്പോൾ സെൻട്രൽ ജുമാ മസ്ജിദിലിരുന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ കാണാൻ സാധിക്കും. മറ്റൊരു സംഭവം, ഇടപ്പള്ളിയുടെ ഭാഗത്ത് ക്രിസ്ത്യാനികൾ പാർക്കുന്നിടത്തൊരു പൊതു കിണറുണ്ട്. പള്ളിപ്പടിയുപ്പാപ്പ ഒരു ദിവസം ആ കിണറ്റിൽ വന്ന് മൂത്രമൊഴിക്കുകയാണ്. അതേ ആളുകൾ വിഷമത്തിലായി. നാട്ടുകാർ കിണർ വറ്റിക്കാൻ തീരുമാനിച്ചു. വറ്റിച്ചപ്പോഴാണ് ആ കിണറ്റിലൊരു പൂച്ച ചത്ത് കിടക്കുന്നതായി കണ്ടത്. നാട്ടുകാർക്ക് കാര്യം ബോധ്യപ്പെട്ടു പോയി. പിന്നെയോ നോക്കൂ, എറണാകുളം മാർക്കറ്റിൽ ഒരു കാലത്ത് പേരുകേട്ട ഹോട്ടലാണ് കിഴക്കേ പടിയിലേത്. ഒരിക്കൽ പള്ളിപ്പടി പാപ്പ ഹോട്ടലിനകത്ത് കയറി ചെന്നു. ആരോടും ചോദിക്കാതെ കലവറയിൽ പാകം ചെയ്തു വെച്ചിരുന്ന ഇറച്ചി എടുത്തു കൊണ്ടുവന്നു റോട്ടിലേക്ക് മറിച്ചു കളയുകയാണ്. ആളുകൾ നോക്കുമ്പോൾ ഒരു അരണ ഇറച്ചിയിൽ ചത്തു കിടക്കുന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് അന്ന് കടയിലുണ്ടായ മുതലാളിയുടെ മകൻ പള്ളിപ്പടി ഉപ്പാപ്പയെ മുറ്റത്തേക്ക് തള്ളി. പള്ളിപ്പടി ഉപ്പാപ്പ നടന്നു നീങ്ങി. എന്നാൽ അല്പസമയം കഴിഞ്ഞ് ആ ഹോട്ടൽ തീ പിടിച്ചു. സമീപത്തുണ്ടായിരുന്ന മറ്റു കടകൾക്കൊരു നാശനഷ്ടവും വന്നില്ല. ഇന്നും പഴയ കാരണവന്മാരുടെ ഓർമ്മകളിൽ നിലനിൽക്കുന്ന ഈ ഒരു സംഭവം അവിടുത്തെ കറാമത്താണ്. ഇങ്ങനെ നിരവധി കറാമത്തിൻ്റെ ഉടമയാണ്. മഹാന്മാരോടുള്ള ബന്ധമുള്ളവരാണ്. അതേപ്പോഴും അവിടെ സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സദാസമയം അണമുറിയാതെ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. ജനങ്ങൾക്ക് പ്രശ്നപരിഹാരമാണ്. ഈ സാധുവായ ഞാനും അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ കൊണ്ട് നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. അവിടുത്തെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ സദാ നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള മഹാന്മാരെ പഠിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.